നഗരപരിധിയിലെ ജനങ്ങളുടെ സംരക്ഷണവും തെരുവ് നായ്ക്കളുടെ നിയന്ത്രണവും ഉറപ്പാക്കുന്നതിനായി പ്രത്യേക ഷെൽട്ടർ കേന്ദ്രങ്ങൾ നേമത്ത് ഒരു ആധുനിക മൾട്ടിപ്ലക്സ് കോംപ്ലക്സ് സ്ഥാപിക്കുന്ന പദ്ധതി നടപ്പാക്കിയിരുന്നു. സ്കൂളുകളിൽ പഠിക്കുന്ന ദിവ്യാംഗ വിദ്യാർത്ഥികൾക്ക് സുലഭമായ സഞ്ചാര സൗകര്യം ഉറപ്പാക്കുന്നതിനായി വീൽ ചെയറുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ്. വയോജനങ്ങൾക്ക് ആംബുലൻസ് സൗകര്യം ഒരുക്കുക. വയോജനങ്ങൾക്ക് അടിയന്തര ചികിത്സാ സൗകര്യം ലഭ്യമാക്കുന്നതിനായി നഗരത്തിലെ വീടുകളിലും ഫ്ളാറ്റുകളിലും താമസിക്കുന്നവർക്ക് സ്വന്തം മട്ടുപ്പാവിൽ പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുന്നതിനായി മേൽമുറ്റ കൃഷി എന്ന പദ്ധതി നടപ്പിലാക്കുന്നതാണ്. നഗര കാർഷിക പ്രോത്സാഹിപ്പിക്കുന്നതിനും സുരക്ഷിതവുമായ വിമുക്ത ഭക്ഷണം കുടുംബങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും ചെയ്യുന്നതിനാണ് പദ്ധതിയുടെ ലക്ഷ്യം. കൃഷിക്കായി ഗ്രോ ബാഗുകൾ, വിത്ത്, ജൈവവളം, പരിശീലന പരിപാടികൾ, ശാസ്ത്രീയ മാർഗനിർദ്ദേശം എന്നിവ നൽകുന്നതാണ്. ഇത് പരിസ്ഥിതി സംരക്ഷണത്തിനും കുടുംബാരോഗ്യത്തിനും സ്വയം പര്യാപ്തതയ്ക്കും സഹായമാകുന്ന ഒരു സുസ്ഥിര നഗര കാർഷിക മാതൃകയായിരിക്കും. സ്കൂളുകളിൽ ചെടിയും ഫലവൃക്ഷങ്ങളും വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി ബോധവും പ്രകൃതി സ്നേഹവും വളർത്തുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ സ്കൂൾ പരിസരങ്ങളിൽ വിവിധ തരം ചെടികളും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കുന്നതാണ്. ഓരോ സ്കൂളിലും പച്ചപ്പും ശുചിത്വവും വർദ്ധിപ്പിക്കുകയും കുട്ടികൾക്ക് പ്രകൃതി സംരക്ഷണത്തിന് പ്രായോഗിക അറിവ് നൽകുകയും ചെയ്യുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. 5 ലക്ഷം. നേമത്ത് മൾട്ടിപ്ലക്സ് കോംപ്ലക്സ്, കല്യാണ മണ്ഡപം, സിനിമാ തിയേറ്റർ എന്നിവ ഉൾപ്പെടെ 2 കോടി. നഗരസഭയുടെ നേതൃത്വത്തിൽ നേമത്ത് ഒരു ആധുനിക മൾട്ടിപ്ലക്സ് കോംപ്ലക്സ് സ്ഥാപിക്കുന്ന പദ്ധതി നടപ്പാക്കുന്നു. കല്യാണ മണ്ഡപം, സിനിമാ തിയേറ്റർ, മറ്റു വിനോദ സൗകര്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണിത്. നഗരവാസികളുടെ വിനോദ, സാംസ്കാരിക, സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റുകയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും റവന്യൂ വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നു. തെരുവ് നായ്ക്കൾക്ക് ഷെൽട്ടർ സ്ഥാപിക്കൽ 3 കോടി. നഗരപരിധിയിലെ ജനങ്ങളുടെ സംരക്ഷണവും തെരുവ് നായ്ക്കളുടെ നിയന്ത്രണവും ഉറപ്പാക്കുന്നതിനായി പ്രത്യേക ഷെൽട്ടർ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതാണ്. പരിക്കേറ്റതോ അസുഖബാധിതമോ ആയ നായകൾക്ക് ചികിത്സയും പരിചരണവും നൽകുന്നതിനോടൊപ്പം വന്ധ്യംകരണം, വാക്സിനേഷൻ ഉൾപ്പെടുന്ന സമഗ്ര പരിപാലന സംവിധാനം നടപ്പിലാക്കും. ഇത് പൊതുസുരക്ഷ ഉറപ്പാക്കുകയും റാബീസ് പോലെയുള്ള രോഗങ്ങൾ നിയന്ത്രിക്കാനും സഹായമാകും. ഷെൽട്ടർ നിർമ്മാണം, വികസനം, ചികിത്സാ സൗകര്യങ്ങൾ, വെറ്റിനറി സേവനങ്ങൾ, ഭക്ഷണം, പരിപാലന ചെലവ് എന്നിവയ്ക്കായി ബഡ്ജറ്റിൽ ആവശ്യമായ തുക വകയിരുത്തുന്നു. മൃഗസൗഹാർദ്ദപരമായ നഗര വികസനം ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര പദ്ധതിയായിരിക്കും ഇത്. വെറ്റിനറി ആശുപത്രി നവീകരണവും വികസനവും 1 കോടി. നഗരപരിധിയിലെ മൃഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനായി വെറ്റിനറി ആശുപത്രിയുടെ നവീകരണവും വികസനവും നടത്തുന്നതാണ്. നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ആധുനിക ചികിത്സാ ഉപകരണങ്ങൾ, ശാസ്ത്രീയ സൗകര്യങ്ങൾ, ലാബ് പരിശോധനാ സംവിധാനങ്ങൾ എന്നിവ ഒരുക്കും. ഇത് മൃഗക്ഷേമവും പൊതുജനാരോഗ്യവും ഉറപ്പാക്കുന്ന ഒരു പ്രധാന വികസന നടപടിയായിരിക്കും. മൃഗങ്ങളുടെ പോർട്ടബിൾ ക്രിമിറ്റോറിയം സ്ഥാപിക്കൽ 50 ലക്ഷം. നഗരപരിധിയിൽ മരിക്കുന്ന വീട്ടുമൃഗങ്ങൾക്കും തെരുവ് മൃഗങ്ങൾക്കും ശാസ്ത്രീയവും പരിസ്ഥിതി സൗഹൃദവുമായ രീതിയിൽ സംസ്കാര സൗകര്യം ഒരുക്കുന്നതിനായി മൃഗങ്ങളുടെ ക്രിമിറ്റോറിയം സ്ഥാപിക്കുന്നതാണ്. ആധുനിക ദഹന സൗകര്യങ്ങൾ, മാലിന്യ നിയന്ത്രണ സംവിധാനം, ശുചിത്വ മാനദണ്ഡങ്ങൾ എന്നിവ ഉറപ്പാക്കി പ്രവർത്തനം നടത്തും. പുതിയ ABC സെന്റർ സ്ഥാപിക്കൽ 3 കോടി. നഗരപരിധിയിലെ തെരുവ് നായ്ക്കളുടെ എണ്ണം മാനുഷികവും ശാസ്ത്രീയവുമായ രീതിയിൽ നിയന്ത്രിക്കുന്നതിനായി പുതിയ ABC സെന്റർ സ്ഥാപിക്കുന്നതാണ്. വന്ധ്യംകരണം, ശസ്ത്രക്രിയ, വാക്സിനേഷൻ, ചികിത്സ എന്നിവ ഏകോപിതമായി നടപ്പിലാക്കി തെരുവ് മൃഗസംഖ്യ നിയന്ത്രിക്കുകയും റാബീസ് പോലെയുള്ള രോഗങ്ങൾ തടയുകയും ചെയ്യുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഫയൽ അദാലത്ത് നടപ്പിലാക്കും. നഗരസഭയിൽ തീരുമാനമാകാത്ത ഫയലുകളും അപേക്ഷകളും വേഗത്തിൽ പരിഹരിക്കുന്നതിനായി പ്രത്യേക ഫയൽ അദാലത്തുകൾ സംഘടിപ്പിക്കുന്നതാണ്. പൊതുജനങ്ങളുടെ പരാതികൾ, അനുമതികൾ, ലൈസൻസുകൾ തുടങ്ങിയ വിഷയങ്ങൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിന് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പ്രത്യേക ക്യാമ്പുകൾ നടത്തും. ഇതുവഴി ഭരണ നടപടിയിലെ താമസം കുറയ്ക്കുകയും സുതാര്യതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ലക്ഷ്യം. നൈപുണ്യ പരിശീലന കേന്ദ്രം, സ്കിൽ ഹബ്.
യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ നൈപുണ്യ പരിശീലന കേന്ദ്രം സ്ഥാപിക്കുന്നതാണ്. വ്യവസായ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള വിവിധ മേഖലകളിൽ പ്രായോഗിക പരിശീലനം നൽകും. ഇത് തൊഴിൽ ക്ഷമത ഉയർത്തുകയും സാമ്പത്തിക സ്വയം പര്യാപ്തത ഉറപ്പാക്കുകയും ചെയ്യുന്ന ദീർഘകാല സാമൂഹിക വികസന പദ്ധതിയായിരിക്കും. വനിതകൾക്ക് തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ്, പേപ്പർ ക്യാരി ബാഗ് യൂണിറ്റ് 1 കോടി. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദ പര്യായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി നഗരസഭയുടെ നേതൃത്വത്തിൽ തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റും പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണ യൂണിറ്റും ആരംഭിക്കുന്നതാണ്. തുണിസഞ്ചികളും പേപ്പർ ബാഗും സർക്കാർ ഓഫീസുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, പൊതുപരിപാടികൾ എന്നിവയിൽ ഉപയോഗിക്കാൻ പ്രോത്സാഹനം നൽകും. നാരി ശക്തി, സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം 30 ലക്ഷം. സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്കും തൊഴിൽ ക്ഷമതയ്ക്കും വർദ്ധിപ്പിക്കുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രത്യേക തൊഴിൽ പരിശീലന പദ്ധതികൾ നടപ്പിലാക്കുന്നതാണ്. സ്വയം തൊഴിൽ ആരംഭിക്കാൻ ആവശ്യമായ സംരംഭകത്വ മാർഗനിർദ്ദേശവും വിപണന പിന്തുണയും ഉൾപ്പെടുത്തി പദ്ധതി രൂപകൽപ്പന ചെയ്യും. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് തൊഴിൽ പരിശീലനം 20 ലക്ഷം. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണത്തിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രത്യേക തൊഴിൽ പരിശീലന പദ്ധതി നടപ്പിലാക്കുന്നതാണ്. ഇത് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും സ്ഥിരതയുള്ള തൊഴിൽ അവസരങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യുന്ന വികസന പദ്ധതിയായിരിക്കും. എവർഗ്രീൻ ഫെസ്റ്റിവൽ, വയോജനങ്ങൾക്ക് കലാ കായിക മത്സരങ്ങൾ, വിനോദയാത്ര. തിരുവനന്തപുരം നഗരത്തെ വയോജന സൗഹൃദ നഗരമാക്കുന്നതിന് വയോജനങ്ങളുടെ മാനസികവും ശാരീരികവും സാമൂഹികവുമായ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി പ്രത്യേക ടൂർ പാക്കേജുകളും കലാ കായിക മത്സരങ്ങളും സംഘടിപ്പിക്കുന്നതാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള കുറഞ്ഞ ചെലവിലുള്ള യാത്രാ പദ്ധതികൾ വഴി വയോജനങ്ങൾക്ക് വിനോദവും സാമൂഹിക ഇടപെടലും ഉറപ്പാക്കും. അതോടൊപ്പം സംഗീതം, നൃത്തം, സാഹിത്യ പരിപാടികൾ, ലളിത കായിക മത്സരങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിച്ച് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേദിയൊരുക്കും. 20 ലക്ഷം. സീനിയർ കെയർ, വയോജനങ്ങൾക്ക് ആംബുലൻസ് സൗകര്യം ഒരുക്കൽ. CSR ഫണ്ട് ഉപയോഗിച്ച് വയോജനക്ക് അടിയന്തര ചികിത്സാ സൗകര്യം ലഭ്യമാക്കുന്നതിനായി ആംബുലൻസ് സൗകര്യം ഒരുക്കും. വയോജനങ്ങൾക്ക് പകൽ വീട്, സ്നേഹസദനം. വയോജനങ്ങളുടെ മാനസിക ഉല്ലാസനത്തിനും കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പോഷകാഹാരം നൽകുന്നതിനും പരിചരണത്തിനുമായി പകൽ സമയങ്ങളിൽ വയോജന കേന്ദ്രങ്ങളിൽ പകൽ വീടുകൾ ഒരുക്കും. ആദ്യഘട്ടമെന്ന നിലയിൽ ആറ്റുകാൽ വാർഡിലെ വയോജന കേന്ദ്രം പകൽ വീടാക്കി മാറ്റും. വയോജനങ്ങൾക്ക് കട്ടിലിനോടൊപ്പം മെത്തയും തലയിണയും നൽകുന്ന പദ്ധതി 5 കോടി. സ്കൂളുകളിൽ വീൽചെയർ, ദിവ്യാംഗർക്ക്. സ്കൂളുകളിൽ പഠിക്കുന്ന ദിവ്യാംഗ വിദ്യാർത്ഥികൾക്ക് സുലഭമായ സഞ്ചാര സൗകര്യം ഉറപ്പാക്കുന്നതിനായി വീൽചെയറുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് നഗരസഭ നടപ്പിലാക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ ഉൾക്കൊള്ളുന്നതും സൗഹൃദപരവുമായ രീതിയിൽ മാറ്റുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സ്മാർട്ട് അംഗൻവാടി 1 കോടി. കുട്ടികളുടെ സമഗ്ര വളർച്ചയും സുരക്ഷിത പഠനാന്തരീക്ഷവും ഉറപ്പാക്കുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ സ്മാർട്ട് അംഗൻവാടികൾ സ്ഥാപിക്കുന്നതാണ്. ആധുനിക പഠന ഉപകരണങ്ങൾ, ഡിജിറ്റൽ ലേണിംഗ് സൗകര്യങ്ങൾ, ശുചിത്വമുള്ള അടുക്കളയും ശുചിമുറികളും സുരക്ഷാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തി അംഗൻവാടികളെ നവീകരിക്കും. പോഷകാഹാര വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കുകയും പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ ഉയർത്തുകയും ചെയ്യുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ ഉപകരണങ്ങൾ, ഫർണിച്ചർ, പരിശീലനം എന്നിവയ്ക്കായി ബജറ്റിൽ ആവശ്യമായ തുക വകയിരുത്തുന്നു. റെയിൻബോ ഓട്ടിസം സെന്റർ. ഓട്ടിസം ബാധിച്ചവർക്ക് മാനസിക ഉല്ലാസനത്തിന് തിരുവനന്തപുരം നഗരസഭ ഡേ കെയർ സെന്ററുകൾ ആരംഭിച്ചു.